വീഡിയോയുടെ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ അഖിൽ എൻ.ആർ.ഡിയുടെ ഒളിച്ചോടിപ്പോയ വൈഫിൻ്റെ വിഷയം സംസാരിക്കാനല്ല ഞാനിവിടെ വന്നേക്കുന്നത്. അഖിൽ എൻ.ആർ.ഡിയുടെ വിഷയത്തിൽ എല്ലാവരും ആ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ചയിൽ നിന്നു. പുള്ളി ഒരു കംബാക്ക് നടത്തി. അതിൻ്റെ വീഡിയോസൊക്കെ മില്യൺസ് കയറിക്കൊണ്ടിരിക്കുക. എല്ലാവരും നല്ല സപ്പോർട്ടാണ് പുള്ളിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സപ്പോർട്ടും കാര്യങ്ങളും കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, മറ്റൊരു വ്യക്തിക്ക് ചില പ്രത്യേക വിഷയങ്ങൾ ഉന്നയിക്കാനുണ്ടായിരുന്നു. ആളാരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏഞ്ചലീന ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പോസ്റ്റും കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ആ പോസ്റ്റ് എല്ലാ ന്യൂസ് ചാനലുകളും ഓൾമോസ്റ്റ് പല ന്യൂസ് ചാനലുകളിലും പല ഓൺലൈൻ മീഡിയസിലെല്ലാം ഞാനിത് കണ്ട സമയത്ത് ഞാൻ ആലോചിക്കുന്നത് ഇത് എന്താ പ്രശ്നം. കാര്യം ഒരു ഈ ന്യൂസ് ചാനലെല്ലാം എഴുതിയിടുന്ന കുറേ സാധനങ്ങളുണ്ട്. അത് കാണുമ്പോഴേക്കും ഭയങ്കര വിയേർഡായിട്ട് തോന്നും. കാരണം ഒരാൾ ഇത്രയും ഒരു ബുദ്ധിമുട്ടി കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരുടെയും മാതിരി ചെറ്റവർത്താനം പറയണമെന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത്. സോ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചു. ആഞ്ചലീന പറഞ്ഞത് എന്താണ്, സ്റ്റോറി ഇട്ടത് എന്താണ്, ഇതിലെന്തൊക്കെയാണ് സംസാരിക്കാനുള്ളതെന്നൊക്കെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. പലരും ഇതിനോടകം വീഡിയോ ചെയ്തിട്ടുണ്ട്. പലരുടെയും വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും പറയാത്ത അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള കുറച്ച് വിഷയങ്ങൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് സംസാരിക്കണം തോന്നി. കാരണം പലരുടെ ഉള്ളിലും ഇപ്പോഴും തെറ്റിദ്ധാരണയുണ്ട്. ഈ പറഞ്ഞ ഏഞ്ചലീന എന്ന് പറഞ്ഞ കുട്ടിക്ക് വളരെ മാസീവായിട്ടുള്ള ഹെയ്റ്റും തെറിവിളിയും കാര്യങ്ങളൊക്കെ ആളുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കാണുന്നുണ്ട്. കുറേ കമൻസൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് കുറച്ച് കമൻസ് എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, ആ കുട്ടിയുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, മാനിക്കുന്നുണ്ട്. അഖിൽ എൻ.ആർ.ഡിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ അദ്ദേഹം ഇത്രയും ദിവസം കടന്നു പോയൊരു സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഈ ഒരു ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഞ്ചലീന ഇട്ട ഈ ഒരു സ്റ്റോറിയിൽ നിന്നാണ്. അതായത് അഖിൽ എൻ.ആർ.ഡി ഇഡി ബോസ് എപ്പിസോഡ് 1 എന്നും പറഞ്ഞിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു കോണ്ടന്റിന് റിലേറ്റഡ് ആയിട്ട് പുള്ളിക്കാരി സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കോണ്ടന്റ് വന്നിട്ട് ഇപ്പോൾ 3 വർഷത്തിൻ്റെ മേലെയായി. ഓക്കെ, ലോട്ട് ഓഫ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഹാവ് ട്രോൾഡ് മീ ഡിഫറെൻറ്റ് വേസ്. ഐ ഈവൻ എൻജോയ് വാച്ചിങ് ദാറ്റ്. ബട്ട് വാട്ട് ഡിഡ് യു സെഡ് ഈസ് അബ്സല്യൂട്ട്ലി ക്രൂവാലിറ്റി. നോട്ട് ഓൺലി മീ, there are many people suffering from OCD trying so much hard to cope up with their life, a life with മെഡിക്കേഷൻ, ഇഞ്ചക്ഷൻ എക്സെട്ര. OCD ഉള്ള പേഷ്യൻസിനെ കളിയാക്കുന്ന രീതിയിലും ഏഞ്ചലീനിനെ വളരെ മാനസികമായിട്ടൊക്കെ തളർത്തി ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു കോണ്ടന്റ് എന്നാണ് അവരിവിടെ പറഞ്ഞു നോക്കുന്നത്. ഒരാളുടെ ആരോഗ്യാവസ്ഥ ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി, അത് വിറ്റ് കാശുണ്ടാക്കുമ്പോൾ ഓർക്കുക, നാളെ നിൻ്റെ മോശം അവസ്ഥയെ വെച്ച് മറ്റുള്ളവർ കാശാക്കും. ഗെറ്റ് സം റിയലൈസേഷൻ. അഖിൽ എൻ.ആർ.ഡിയുടെ മോശം അവസ്ഥയെ വെച്ചിട്ട് ആരും കാശുണ്ടാക്കിയിട്ടില്ല. അഖിൽ എൻ.ആർ.ഡിയുടെ ലൈഫ് സംഭവിച്ചത് എന്താണെന്നുള്ളതും മറ്റു കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സ് സംസാരിച്ചതും ഞാനത് തന്നെ സംസാരിച്ചതും. അതിൽ തന്നെ കുറച്ചധികം നെഗറ്റീവ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നപ്പോൾ ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ടൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയും ചെയ്തു. അതിനുശേഷം എല്ലാവർക്കും ആ കാര്യം മനസ്സിലാവുകയും ചെയ്തു. എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് എനിക്ക് ഉൾപ്പെടെ കിട്ടിയത്. സോ അതിനുശേഷം വീണ്ടും ആളൊരു ഇതുപോലൊരു ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ചധികം ഇംഗ്ലീഷിൽ കുറേ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടാണ്. ഐ വാസ് എ യൂട്യൂബ് സബ്സ്ക്രൈബർ ആൻഡ് ഇൻസ്റ്റാഗ്രാം ഫോളോവർ ഓഫ് കണ്ടന്റ് ക്രിയേറ്റർ Akhil N.R.D. Until I came to watch this video on YouTube about me, I enjoyed a video. Expect one thing: obsessive compulsive disorder. Go through this in Google. I am still in treatment since 2019. There are many OCD patients who blah blah blah. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്കുണ്ടായ വിഷമങ്ങളെക്കുറിച്ചും അവർക്കുണ്ടായ ആ ഒരു കോണ്ടന്റ് ശേഷം അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെയാണ് അവർ എഴുതിയേക്കുന്നത്. ഓക്കെ, 3 വർഷത്തിന് മുമ്പിട്ട കോണ്ടന്റ്, നോട്ട് എ പോയിന്റ്. ഇനി ആ കോണ്ടന്റ് എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അടുത്തേ നമ്മൾ വിളിക്കാൻ പോകുന്ന ഒരു കാന്താരിയാണ്. സ്വന്തം നിലപാടുകൾ പരിസരബോധമില്ലാതെ വിളിച്ചു പറയുന്ന ഒരു വ്യക്തി. നല്ല സമയത്ത് തുടങ്ങി ഇപ്പൊ കുട്ടിക്ക് നല്ല സമയം തോന്നുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം ആ വ്യക്തിയെ. അവർ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് മഞ്ജലീന. അയ്യോ ചേട്ടാ, ഒരു പട്ടി കടിക്കാൻ വന്നു പുറത്തുനിന്ന്. മുളപ്പട്ടി ഇവിടെ മുളപ്പട്ടി. പുറത്തൊരു പട്ടി ഉണ്ടായിരുന്നു, കടിക്കാൻ വന്നു ചേട്ടാ. ഏത് പട്ടിയാ മോളെ? ഇവിടെ പട്ടിയൊന്നുമില്ലല്ലോ. അയ്യോ ചേട്ടാ, എന്നെ LKG പഠിക്കാൻ നേരത്തെ എന്റെ ഒരു പപ്പി എന്ന് പറയുന്ന ഒരു പട്ടി ഉണ്ടായിരുന്നു. അതെന്നെ കടിക്കാൻ വരുന്നതായിട്ട് തോന്നുവാ ചേട്ടാ. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എന്നെ കടിക്കാൻ വരുന്നതായിട്ട് തോന്നുന്നു. പുറത്തുണ്ട് ചേട്ടാ. അത് മാത്രമല്ല ചേട്ടാ, ഞാൻ എവിടെ ചെന്നാലും അങ്ങ് ഒറ്റപ്പെടലേ ചേട്ടാ. മോളെ അഭിനയൊക്കെ അകത്ത് കേറിയിട്ട് മതി. ഓക്കെ, ഈ ഒരു കോണ്ടന്റിൽ ഈ ഒരു പോർഷനാണ് ഇവരെ വേദനിപ്പിച്ചതെന്നാണ് പറയുന്നത്. അതായത് ഒരു പട്ടി കടിക്കാൻ വരുന്നതായിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്നു, ഒരു പേടി വരുന്നു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നു. ഇത് OCD ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് ആഞ്ചലീന പറഞ്ഞു വെച്ചത്. അതിൻ്റെ പേരിലാണ് അവർക്ക് വിഷമം ഉണ്ടായെന്നാണ് പറയുന്നത്. സോ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇതിൻ്റെ പോസിബിലിറ്റീസ്, ഇതെന്താണ് ഇതിൻ്റെ ഒരു കറക്റ്റ് വേ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു ഇത്. ഞാനിതിനെക്കുറിച്ച് അത്ര അറിവുള്ള ആളാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഏഞ്ചലീന പറഞ്ഞു വെച്ച ഒരു വേർഷനിൽ നിന്ന് എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകണം തോന്നിയതല്ല, അവിടെ എവിടെയോ എനിക്കൊരു ഡൗട്ട് തോന്നിയുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. എനിക്കറിയാവുന്ന കുറച്ച് പേരെടുത്ത് ചോദിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഏഞ്ചലീന ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്, ഒരു വീഡിയോ, അതിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അതിലൊരു കൃത്യമായിട്ടൊരു പോർഷൻ വെച്ചിട്ട് ഞാനത് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പറയാം. കാര്യം ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് അങ്ങോട്ട് കൂട്ടണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമില്ല. നിങ്ങളത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ. ആ കുട്ടിക്കാണെങ്കിലും ഇതിലൊരു ക്ലാരിഫിക്കേഷൻ പുള്ളിക്കായിരിക്കും ചിലപ്പോൾ ഉണ്ടാവാത്ത അവസ്ഥയാണോ എന്ന് എനിക്കറിയില്ല. I don't know, but I think I have to clarify this.
ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ വരുന്ന വിഷയം എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ലിറ്ററലി നോ. കാരണം കഴിഞ്ഞ ദിവസം കോണ്ടന്റ് ക്രിയേറ്റർ അഖിലൻ നായരുടെനെ റിലേറ്റ് ചെയ്ത് ഞാൻ കുറച്ച് സ്റ്റോറീസ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പേജിൽ. അതിനെ റിലേറ്റ് ചെയ്ത് ഇന്ന് കുറച്ച് ന്യൂസ് ചാനൽക്കാർ കുറച്ച് ന്യൂസൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ന്യൂസ് ചാനൽ ഒരാളോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല നിങ്ങൾ ഇന്ന കാര്യം ന്യൂസ് ആക്കിയിടാൻ. ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ഐ ഹാവ് നെവർ അപ്രോച്ച് എനി വൺ ഓഫ് ദിസ് ഗൈസ്. പക്ഷെ ഞാൻ ഇട്ട കാര്യം ന്യൂസ് ചാനൽക്കാർക്ക് നോക്കിയപ്പോൾ അവർക്കും നല്ലൊരു അവസരമാണ്. അവരത് ഒബ്വിയസ്ലി അവരത് യൂട്ടിലൈസ് ചെയ്തു. അപ്പൊ എനിക്ക് ന്യൂസിന്റെ സംഭവങ്ങൾ സർക്കുലേറ്റ് ചെയ്യുന്ന എനിക്ക് ഓരോരുത്തർ പല ചാനലിന് ഫോർവേഡ് ചെയ്ത് തരുമ്പോഴാണ് ഞാൻ അറിയുന്നത്, ഓ ഇങ്ങനെയൊക്കെ ന്യൂസ് വന്നല്ലേ ഞാൻ അറിയണത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ അതിന്റെ കമന്റ് സെക്ഷൻ ഞാൻ നോക്കിയപ്പോ കുറച്ച് കമന്റ്സ്, കുറെ അല്ല എന്നാലും കുറച്ച് കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. ഓ ചുളിവിൽ ഏഞ്ചലിന് അഖിലൻ നായരുടെ കേസിൽ റീച്ച് ആവാൻ വന്നതാണ്. കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവും എന്താ സംഭവിച്ചെന്നുള്ളത്. ആദ്യം നിങ്ങൾക്ക് തലയ്ക്ക് കുറച്ച് വെളിവുണ്ടോന്ന് കുത്തിരുന്ന് ആലോചിക്കാം. ഞാനല്ല ചുളിവില് റീച്ച് ആവാൻ നോക്കിയാൽ മനസ്സിലായോ? ഒരാളുടെ മോശം ആരോഗ്യാവസ്ഥ എന്നെ തന്നെയാണ് ഇത് വ്യക്തമായിട്ട് കാണിക്കുന്നത്. ഞാൻ അഖിലൻ നായർ എന്ന വ്യക്തിയെ പേഴ്സണലി അറിയുകയോ ആളുടെ മറ്റേ വീഡിയോസിൽ ഒരു മോശം കമന്റ് ഇടുകയോ ആളുടെ കുടുംബത്തെ ചെന്നിരിക്കുകയോ ആളായിട്ട് നേരിട്ട് ഒരു പരിചയം പോലും ഇല്ലാത്ത ഞാൻ എന്നെ എന്ന വ്യക്തിയെ എന്റെ മോശമായ ആരോഗ്യാവസ്ഥയെ കോണ്ടന്റ് ആക്കി യൂട്യൂബില് വീഡിയോ പോസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ചുളിവിൽ റീച്ച് ഉണ്ടാക്കിയതും കാശ് വാരിയതും അഖിലൻ നായർ എന്ന വ്യക്തിയാണ്. സോ ഞാനല്ല റീച്ച് ഉണ്ടാക്കിയേ. അഖിലൻ നായർ എന്ന വ്യക്തിയുടെ യൂട്യൂബ് അക്കൗണ്ട് ഈസ് മോണിറ്റൈസ്ഡ്. ഓക്കെ, ഏഞ്ചലിൻ മരിയ എന്ന വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം പോലും മോണിറ്റൈസ്ഡ് അല്ല. അപ്പൊ ഞാൻ അഖിലൻ നായർ വെച്ചിട്ട് എന്ത് കാശാണ് ഉണ്ടാക്കുന്നത്, റീച്ച് ഉണ്ടാക്കുന്നത്? അഗെയിൻ ഈ ഒരു പോർഷനിൽ എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഏഞ്ചലീന പറഞ്ഞതിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ട്. ഏഞ്ചലീന 3 വർഷം മുമ്പ് കണ്ട ഈ ഒരു കോണ്ടന്റ് 3 വർഷം മുമ്പ് നിങ്ങളിത് കണ്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. നിങ്ങൾക്ക് അപ്പം തൊട്ട് വിഷമമായി. ഇപ്പോൾ വന്നിരുന്നിട്ട് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കോണ്ടന്റ് ഇടുന്നത് എന്തിനാ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം വിളിച്ച് പറയുന്നത് എന്തിനാ? അതിലെ മാനസികാവസ്ഥ എനിക്ക് ഒട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല സീരിയസ്ലി. ഇതിൽ ഏഞ്ചലീന തന്നെ പറയുന്നത് എൻ്റെ മോശം അവസ്ഥയെ, എൻ്റെ മോശം ആരോഗ്യാവസ്ഥയെ കളിയാക്കി കോണ്ടന്റ് ഉണ്ടാക്കി ആ സമയത്ത് എൻ്റെ മോശം അവസ്ഥയെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ അഖിലൻ നായർ എന്ന് പറയുന്ന വ്യക്തിയുടെ ലൈഫിൽ വളരെ മോശം സിറ്റുവേഷനിൽ കൂടി അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്, മെൻ്റലിയൊക്കെ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന, ആരോഗ്യപരമായിട്ട് പോലും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരാൾ അത്രത്തോളം വിഷമിക്കുകയും ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളപ്പോൾ ഇങ്ങനെ ഒരു കോണ്ടന്റ് ഇട്ടതിനെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും? പകരത്തിന് പകരമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഒരു പ്രതികാര മനോഭാവമാണോ നിങ്ങൾക്ക്? എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഒരുമാതിരി സാഡിസ്റ്റ് പരിപാടിയായി പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരാൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് തിടണോ? നിങ്ങൾ ആ സമയത്ത് വളരെ ഒരു നല്ലൊരു ഫേസിൽ പൊയ്ക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നുള്ളത് റിയാലിറ്റിയാണ്, നിങ്ങൾക്കുള്ളൊരു പ്രശ്നമാണ്, നിങ്ങൾക്ക് ഓൾറെഡി ഡയഗ്നോസ് ചെയ്ത് നിങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ആ സമയത്ത് അഖിലൻ നായർ ഇങ്ങനെ ഒരു കോണ്ടന്റ് പുഷ് ചെയ്യുന്നു, അത് നിങ്ങൾ കാണുന്നു, നിങ്ങളെ വിഷമം ഉണ്ടാക്കി. സോ നിങ്ങൾക്ക് ഈസിയാണ് അദ്ദേഹത്തെ ആ സമയത്ത് റീച്ച് ചെയ്യാൻ. 3 വർഷം മുമ്പെന്ന് പറയുമ്പോൾ ഇപ്പോൾ അഖിലൻ നായർ ഇരിക്കുന്ന ഒരു റീച്ചിലോ സിറ്റുവേഷനിലോ അല്ല അന്ന്. എന്ന് വെച്ചാൽ റീച്ച് ഇല്ല എന്നല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി ആക്സസിബിൾ ആണ്, ഇപ്പോഴും ആക്സസിബിൾ ആണ്, അപ്പോഴും ആക്സസിബിൾ ആണ്. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാനും ആ ഒരു കോണ്ടന്റ് എനിക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ അവരെ ഡിലീറ്റ് ചെയ്യുക പോലും ചെയ്യുമായിരുന്നു. അന്ന് അത് ചെയ്യാത്ത താങ്കൾ എന്തിനാണ് ഇപ്പോൾ ഈ 3 വർഷം കഴിഞ്ഞ് വന്നിട്ട് അയാളുടെ ലൈഫിൽ ഒരു മോശം സിറ്റുവേഷനിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ട്? അതായത് ആ പോസ്റ്റിൽ കുറേ കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് എല്ലാ പോസ്റ്റും എടുത്ത് വെക്കുന്നില്ല. അന്ന് നീ ചെയ്തതിൻ്റെ കർമ്മയാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. വാരി ഇട്ടുകൊണ്ട് പോയതിനെക്കുറിച്ച് ഒരു കളിയാക്കി പറഞ്ഞ അയാളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നൊരു സാധനമോടോ താൻ ചെയ്തു വെച്ചേക്കണം. താനല്ല ആരായാലും ഒരാളുടെ മോശം സിറ്റുവേഷനിൽ അയാളെ വന്ന് ഉപദ്രവിക്കുന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം ഇടുന്നത് വളരെ തെറ്റായൊരു പ്രവണത തന്നെയാണെന്നാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഇനി അഖിലൻ നായർ അന്ന് അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ അതേ തെറ്റ് താങ്കൾ ആവർത്തിക്കുന്നതിൽ ശരിയാണോ? അത് അല്ലല്ലോ, ഒരിക്കലും അല്ല. അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം. ഏഞ്ചലീനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈ ഒരു ഫാക്ടർ ഒന്നും മറന്നു പോകാതിരിക്കുക കേട്ടോ. എന്റെ ആരോഗ്യാവസ്ഥയെ വെച്ച് മോശമായി പരിഹസിച്ചുകൊണ്ട് 100% ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയ ഭയങ്കര ക്രൂഷ്യൽ ആയ ഒരു മെന്റൽ ഹെൽത്ത് ഡിസോർഡറിനെ 100% പരിഹസിച്ചുകൊണ്ട് അഖിലൻ നായരുടെ കോണ്ടന്റിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇസ് ദാറ്റ് ഓക്കെ ഫോർ യു ഗൈസ്? കാരണം ഞാൻ ചോദിക്കുന്നത് കമന്റ്സ് ഇട്ടോരാണോ കേട്ടോ. അങ്ങനെ ഒരാളുടെ ആരോഗ്യാവസ്ഥയെ പരിഹസിച്ചുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കി കാശ് വാരണതിന് തെറ്റൊന്നുമില്ല. അതിന് ഇപ്പൊ അവൻ അനുഭവിക്കുന്നത് അവന്റെ കർമ്മഫലാണെന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇട്ടതാണ് തെറ്റ്. നോട്ട് ഓൾ ഓഫ് യു ഗൈസ്. ഞാൻ ഈ ചില കമന്റ് സെക്ഷൻ കണ്ടപ്പോഴാണ് എനിക്കിത് പറയണം തോന്നിയത്.
ആദ്യം തന്നെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയ ഡിസോർഡറിനെ പറ്റി ഒരു സൈക്കാട്രിസ്റ്റിന്റെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചോദിക്കുക. ABCD അറിയാത്തവരോടാണ് ഈ പറയണത്. ഇനി എന്തെങ്കിലും ABCD അറിയണമെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ മയോ ക്ലിനിക്കിന്റെ സൈറ്റിൽ കയറി. എൻ്റെ പൊന്നു ഞങ്ങൾ ഇത് ഇത്രത്തോളം ഒന്ന് എന്ത് പറഞ്ഞാൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ അത്യാവശ്യം ഇപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. ഞാൻ അതാണ് ഇവിടെ എന്താ പറയുക പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അത് തെറ്റാണെങ്കിൽ ഞാൻ അഗെയിൻ ഈ OCD ഉള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിൽ കൂടി പോയി റിക്കവർ ആയവരായിക്കോട്ടെ, അല്ലെങ്കിൽ അഖിലന്നാരുടെ സൈഡിൽ നിൽക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ് ആയിക്കോട്ടെ, ഇവരുടെ സൈഡിൽ നിൽക്കുന്ന ഓഡിയൻസ് ആയിക്കോട്ടെ, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മാന്യമായിട്ട് നിങ്ങൾക്ക് അത് തിരുത്താം. ഓക്കെ, റിയാസ് ഇങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയാം. കമൻറ്റ് ബോക്സിലായാലും അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെന്ന് വെച്ചാൽ പറയാം. ഓക്കെ, ഇനി ഇതിൻ്റെ അടിയിൽ അരുൺ എന്നാടി വന്നിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർ ഈ പോസ്റ്റിൻ്റെ അടിയിൽ. ക്ലാരിഫിക്കേഷൻ ടു യുവർ വീഡിയോ. സത്യത്തിൽ ഏഞ്ചൽ പറയുന്ന കാര്യമായി അഖിലിന് വലിയ ബന്ധമില്ല. ബിഗ് ബോസ് സീസൺ 5 ആദ്യത്തെ 2 ആഴ്ച ഏഞ്ചൽ പങ്കെടുത്തിരുന്നു. അതിൻ്റെ സ്പൂഫ് അഖിൽ എന്നാടി യൂട്യൂബ് ചാനലിൽ ഞാനാണ് ചെയ്തത്. അതിലെ കോണ്ടൻറ്റ് അഖിൽ പൂർണ്ണമായും അറിഞ്ഞതുപോലുമില്ല. കഴിഞ്ഞ 5 വർഷമായി ഞാൻ ആ ചാനൽ ലോങ് വീഡിയോ സെക്ഷൻ കോണ്ടൻറ്റ് ചെയ്യുന്നു, ഇപ്പോഴും തുടരുന്നു. ബിഗ് ബോസ് റിലേറ്റഡ് കോണ്ടൻറ്റ് ഞാൻ സീസൺ സ്റ്റാർട്ടാകുന്ന ടൈമിൽ ചെയ്യുന്നതാ. അന്ന് ഏഞ്ചലിനെ ബിഗ് ബോസിൽ സ്ക്രിപ്റ്റഡ് പോലെ ചെയ്യുന്നത് കൊണ്ട് നല്ല ട്രോൾ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി അകത്തുണ്ടായിരുന്ന ടൈമിൽ നല്ല ട്രോൾ കിട്ടിയിരുന്നു. ബിഗ് ബോസ് കോണ്ടൻറ്റ് എടുക്കുന്ന റോസ്റ്റ് ആൻഡ് കോമഡി ഉദ്ദേശിച്ചാണ്. അന്ന് ട്രോൾ ചെയ്ത കുറേ ട്രോൾ പേജസ് ഉണ്ട്. പുള്ളിക്കാരിക്ക് അങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന് ഇപ്പോൾ ആണ് അറിഞ്ഞത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ആ പോർഷൻ നോക്കിയേനെ. പിന്നെ ഏഞ്ചൽ ഫേക്ക് കളിക്കുകയാണെന്ന് ബിഗ് ബോസ് എല്ലാവരും ആ കാര്യത്തിൽ പറഞ്ഞ കാര്യമാണ്. ഹോട്ട്സ്റ്റാറിൽ കോണ്ടൻ്റായി വന്നതും അങ്ങനെയാണ്. ഒരാൾ മാത്രമല്ല, അതിലെ എല്ലാവരെയും വെച്ച് ഇതുപോലെ കോമഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സീസൺ സ്കിറ്റ് വരെ വേറെ വന്നിട്ടുണ്ട്. ഇത് നടന്നിട്ട് കുറേ ആയി. ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന ഇഷ്യൂ ഉള്ളൂ. അതിനെ ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എക്സാക്ട്ലി കറക്റ്റ് പോയിൻ്റാണ് അരുണനാടി ഒന്ന് പറഞ്ഞത്. അന്നും സംസാരിക്കായിരുന്നു, ഇപ്പോഴും നിങ്ങൾക്ക് സംസാരിക്കും. ഇപ്പോൾ നിങ്ങൾ എന്തിൻ്റെ പുറത്താണ് ഈ ഒരു സ്റ്റോറി ഇട്ട് ഇങ്ങനെ ഒരു അയാൾ അത്രയും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ കാണുന്ന എല്ലാവർക്കും എടോ അയാളെ ഹേർട്ട് ചെയ്തെങ്കിലും കാണുന്ന എല്ലാവർക്കും കുരു പൊട്ടും. എന്നുവെച്ചാൽ നല്ല രീതിയിൽ ദേഷ്യം വരും, എന്തോ നീ കാണിക്കണേന്ന്. കാരണം ഞങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു കോണ്ടൻറ്റ് ഇങ്ങനെയല്ല, ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ചൊരു കോണ്ടൻറ്റ് ഇട്ടപ്പോൾ തന്നെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. വളരെ രൂക്ഷമായിട്ടൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ കമൻറ്റ്സ് വന്നു നെഗറ്റീവ്. അതിനെ ക്ലാരിഫൈ ചെയ്ത് ഞാനൊരു സാധനം ഇടേണ്ട വന്നു. ക്ലാരിഫൈ ചെയ്ത് ഇട്ടപ്പോഴാണ് ആൾക്കാർക്ക് അത് മനസ്സിലായത് പോലും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നുള്ളത്, ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ച മെസ്സേജ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ അടിയിൽ വന്നിട്ട് തന്നെ ഏഞ്ചലീന മരിയ ഒരു കമൻറ്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതിൽ രോഗാവസ്ഥയെ പറ്റിയൊന്നും പറയുന്നില്ല എന്ന് എന്നോട് വാദിക്കാൻ നിൽക്കല്ലേ, ചേട്ടൻ വീഡിയോ ഒന്ന് കൂടി കണ്ടു നോക്കൂ. അതിനെപ്പറ്റി ബോധമില്ലെങ്കിൽ ഇവിടെ വന്ന് കമൻ്റ് ഇട്ട് വാദിക്കാൻ നിൽക്കണ്ട, തോറ്റു പോകും ബ്രോ. രോഗാവസ്ഥയെക്കുറിച്ച് അതിൻ്റെ അകത്ത് എന്താണ് ഏഞ്ചലീന പറഞ്ഞേക്കുന്നത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഈ OCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വേർഷൻ തന്നെ ഞാൻ പറയാം. ഒബ്സഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ടേംസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്നാലും സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അമിതമായ വൃത്തി, അണുക്കളെക്കുറിച്ചുള്ള ചിന്ത, എൻ്റെ കയ്യിൽ നിന്ന് ജേംസ് മറ്റുള്ളവരിലേക്ക് പോലെ എൻ്റെ കയ്യിൽ ജേംസ് ഉണ്ടോ, ഞാനിത് കണ്ടിന്യൂസ്ലി വാഷ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഈ ഡോറ് ലോക്ക് ചെയ്തോ അല്ലെങ്കിൽ അലമാര ലോക്ക് ചെയ്തോ എന്നുള്ളൊരു സംശയം വീണ്ടും പോയി ചെക്ക് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തോ ഓണാക്കിയോ. അതായത് ഡെയിലി ലൈഫിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളോടും നമുക്കൊരു ഭയങ്കര ഒരു ഇത് വരും. അത് തെറ്റാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ വീണ്ടും പോയി റീചെക്ക് ചെയ്യുക. ചില സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കണം, അതിന് കൃത്യമായിട്ടൊരു രീതിയൊക്കെ ഉണ്ടാവും. അതേ രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അത് അവർക്ക് പിന്നെയും ഒരു ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവമാണ് OCD. ഇതിൽ തന്നെ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അതായത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ആൻഡ് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പി, ഇങ്ങനെ കുറച്ച് ചികിത്സാ രീതികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതുവഴിയൊക്കെ ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നൊരു കണ്ടീഷനും കൂടിയാണ്. പിന്നെ ചിലർക്ക് ഡോക്ടേഴ്സ് മെഡിസിൻസ് ഉൾപ്പെടെ പ്രിസ്ക്രൈബ് ചെയ്യും. അതായത് തലച്ചോറിലെ രാസമാറ്റങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി, ഉദാഹരണത്തിന് SSRI ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സും പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പോർഷനിലേക്ക് കിടക്കാം. ഇത് OCDനെ കുറിച്ച് ഞാൻ അത്ര കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബിക്കോസ് അടുത്തൊരു ഇതിൽ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പട്ടി ഓടിക്കാൻ വന്നതും പട്ടി കടിക്കാൻ വന്നതിനെക്കുറിച്ച് വീണ്ടും ബോധേടാവുന്ന തിരിഞ്ഞു നോക്കുന്ന ഈ ഒരു പോർഷൻ ആ ഒരു കോമഡി സ്കിറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്പൂഫിൽ അവർ ഉപയോഗിച്ചു. അതാണ് ഏഞ്ചലീനെ ഹേർട്ട് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ കോമഡിയിൽ പറഞ്ഞേക്കുന്ന ഈ പട്ടി ഓടിക്കാൻ വരുന്നതും അതിന് തിരിഞ്ഞു നോക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് കുറച്ചും കൂടി OCDനേക്കാളും കൂടുതൽ കുറച്ചും കൂടി മാച്ച് ചെയ്യുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, അതല്ലെന്നുണ്ടെങ്കിൽ പാരനോയ ഓർ സിവിയർ ആങ്സൈറ്റി. ഈ രണ്ട് കാര്യങ്ങളോടാണ് അത് കൂടുതലും അടുത്ത് വരുന്നത്. ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ കുറച്ച്
കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. എന്നാലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിൽ PTSD എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് എടുക്കുമ്പോഴേക്കും ഈ പട്ടി ഓടിക്കാൻ വന്നു, കടിക്കാൻ വരുന്നു, അപ്പോൾ തിരിഞ്ഞു നോക്കുന്നു എന്നുള്ള സാധനം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. കാരണം എപ്പോഴെങ്കിലും ഉണ്ടായ ആ ഒരു സാധനം മനസ്സിലൊരു നല്ല രീതിയിലുള്ള ഒരു ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരിഞ്ഞു നോക്കും, ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സാധനം മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ആ ഒരു പേടി, ഈ ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ടെൻഷനിൽ, ആ ഒരു പേടിയിൽ എപ്പോഴും ഭയങ്കര വിജിലൻ്റ് ആയിരിക്കും, ഹൈപ്പർ വിജിലൻ്റ് ആയിരിക്കും ആൾ. ഒരു വഴിയിൽ കൂടി നടന്നു വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. ഇനി ഇതിൽ OCDയിലേക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും ഒബ്സഷൻ, അതായത് ഭയം മനസ്സിലുണ്ടാവും. ആ ഭയം മാറ്റാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരിഞ്ഞു നോക്കണം, തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കും എന്നുള്ള സാധനം. അതായത് നേരത്തെ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നുപോലെ, അല്ലെങ്കിൽ താക്കോല് പൂട്ടാണ്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഇങ്ങനത്തെ ഓരോ ചിന്തകൾ. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കും എന്നുള്ളൊരു പേടിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കാൻ വേണ്ടിയുള്ള ഒരു ടെൻഡൻസി. ചിലപ്പോൾ 5-6 തവണയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഇതുപോലെ പ്രശ്നമുള്ളവർ തിരിഞ്ഞു നോക്കും. ഇതിന് OCD ആയിട്ട് അധികം അങ്ങോട്ട് റിലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളിലേക്ക് റിലേറ്റ് ചെയ്താൽ മതി. ഇതിൽ OCD ഉള്ള ഏഞ്ചലിനൊക്കെ എന്തുകൊണ്ട് വിഷമോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സിനിമയിലും മറ്റുമൊക്കെ ആയിട്ട് ഇതുപോലെ ഭയം, ഓവർ വൃത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ട് പേടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തമാശ രീതിയിൽ, അല്ലെങ്കിൽ സ്കിറ്റിലായാലും തമാശ രീതിയിൽ ഇതുപോലെ അവതരിപ്പിക്കുമ്പോഴേക്കും ഒബ്വിയസ്ലി OCD ഉള്ള ആൾക്കാർക്ക് അത് വളരെ മോശമായ രീതിയിൽ, അല്ലെങ്കിൽ വളരെ വിഷമം ഉണ്ടാക്കുക. അവരുടെ ഉള്ളിലേക്ക് അത് അങ്ങനെയാണ് അവർ കൺസീവ് ചെയ്യുന്നത്. അതായത് OCD ഉള്ള ഒരു വ്യക്തിയുടെ ഡെയിലി ലൈഫിലെ മറ്റു കാര്യങ്ങളെല്ലാം ഇതുപോലെ, അതായത് ഈ ഒരു അസുഖത്തെ ഇത്ര നിസ്സാരവൽക്കരിച്ച് അല്ലെങ്കിൽ തമാശ പോലെ ആക്കി എന്നുള്ളൊരു ചിന്ത ഇവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധേഡ് ആവുകയാണ് ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏഞ്ചലീനയുടെ കാര്യത്തിലും സംഭവിച്ചത്. കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടാവാം, അതിപ്പോൾ ക്യൂർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ അന്നത്തെ ഒരു കാര്യമാണ് അവർ പറയുന്നതെന്നുണ്ടെങ്കിൽ ഇതാവാം അതിൻ്റെ ഒരു റീസൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അഖിൽ NRDയുടെ കോമഡിയിൽ പറഞ്ഞത് ഭയം കൊണ്ടുണ്ടാവുന്ന ഒരു റിയാക്ഷനാണത്, പോസ്റ്റ് ട്രോമാറ്റിക് റിയാക്ഷൻ ഓർ ആങ്സൈറ്റി. ഇതൊരിക്കലും ശാസ്ത്രീയപരമായിട്ട് OCD ആയിട്ട് ബന്ധപ്പെടുത്താൻ പറ്റത്തില്ല. ഈ ഒരു വിഷയം നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലർക്കൊന്നും ഇത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. ബിക്കോസ് ഞാനും ഇതൊന്നും മനസ്സിലാക്കി എടുക്കാൻ അല്ലെങ്കിൽ ഇത് അനലൈസ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. ബിക്കോസ് ഞാനിത് സ്വയം ആദ്യം മനസ്സിലാക്കി, എന്നിട്ട് കുറച്ച് പേരെടുത്ത് ഡിസ്കസ് ചെയ്ത് അവരുടെ ഒരു അഭിപ്രായം എല്ലാം കൂടി നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ സാധനം പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു കോൺട്രവേഴ്സിയും ഇതിൻ്റെ ഒരു ക്ലാരിറ്റിയും കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇത് തെറിവിളിയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഫൈറ്റിലേക്ക് നിൽക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയണം, അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. എല്ലാവർക്കും അവരവരായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും മാനിച്ചുകൊണ്ടുമാണ് ഞാനിപ്പോൾ ഈ ഒരു കോണ്ടൻറ്റ് പുട്ട് ഔട്ട് ചെയ്തത്. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കാം. താങ്ക് യു. സോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.